ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിലെ 12th എപ്പിസോഡാണോ 12th ആണോ 11th ആണോ എന്ന് അറിയില്ല ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീട് പണിയുടെ ബാക്കിയായിട്ടാണ് ഗൈസ് ഇന്നും വന്നിരിക്കുന്നത്. നമ്മുടെ വില്ലേജ് ഫൈൻഡ് ചെയ്ത് നമ്മുടെ വില്ലേജ് ഫൈൻഡിങ് ആണ്. അത് നമ്മൾ വില്ലേജ് ഫൈൻഡ് ചെയ്ത് ഇനി നമുക്കൊരു അയൺ ഫാം ആവണം. നമ്മുടെ ഞാൻ വീട് പണിതിട്ട് നമുക്ക് വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് വീട്ടിലെത്തിയിട്ടാണ്. കുറേ വുഡും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വരാം. ആദ്യം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയണം. ഇതെന്ത് വുഡാണെന്ന് നോക്കട്ടെ ഗൈസ്. ഇത് വെച്ച് എന്താണ് ഉണ്ടാവണേ നോക്കട്ടെ. സാധാ വുഡാണത്. നമ്മുടെ ചെസ്റ്റിൽ ഇപ്പം എന്തൊക്കെയുണ്ട്? ചെസ്റ്റിൽ ഇതൊക്കെ ശരി. ഓക്കെ അക്കോ, അയ്യോ അവൻ കട്ട് ചെയ്ത്. ഓക്കെ അതെന്തോ വെച്ചിട്ടുണ്ടായില്ലേ? വെച്ചിട്ടുണ്ടായി. ഓക്കെ, നമുക്ക് പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവില്ല, ആക്സിന് 3 വേണ്ടേ. എനിക്കിതിൻ്റെ പൊക്കത്തോട്ട് നമുക്കിപ്പോൾ ഒരു വട്ടിയുള്ളൂ. നമ്മുടെ സായിപ്പും സൂയിപ്പൊക്കെ ചത്തു. ക്രീപ്പറും കുഴി വീണും തല്ലിക്കൊന്നും ചത്തുപോയി. സോംബിയൊക്കെ കൊന്ന് ചത്ത്. സോംബീനെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് പുതിയ സായിപ്പ് വന്നിട്ടുണ്ട്. വൈറ്റ് സായിപ്പാണ്. വെള്ളക്കാരനാണല്ലോ സായിപ്പുമാരൊക്കെ. അപ്പോൾ നമ്മൊരു സായിപ്പിനെ അങ്ങോട്ട് എടുത്ത് വൈറ്റ് സായിപ്പ്. യോ, അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വെള്ള സായിപ്പുണ്ട് ഗൈസ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? ആക്സല്ലേ, ആക്സിന് കറക്റ്റ് 3 അയണുണ്ട്. ഉണ്ടാക്കി നമുക്കിനി മരം വെട്ടണം. മരവും വേണം, ഒത്തിരി കല്ല് വേണം. നമ്മൾ ടൈല് ഏറ്റവും അടിയിട്ട നമുക്ക് കല്ലാണ് ഉണ്ടാവുക. കല്ലാണ് ഇടണ ടൈല്. നമ്മുടെ വേണ്ട മരം ഏതാണെന്ന് വെച്ചാൽ ഇത് ഈ മരമുണ്ട് ഗൈസ്. ഇങ്ങനത്തെ മരം മാത്രം മതി ഗൈസ്. ഗൈസ് ഒരെണ്ണം അല്ല, ഒരു 6 കിട്ടി. അടുത്ത മരം ഇപ്പോൾ ഈ മരം ഇനി ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ 10-1 അപ്പോൾ ഗൈസ് നമുക്കിനി മരമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ 46 ഇറക്കിയിട്ടുണ്ട്. 46 ഇത് നമുക്കിനി ഫസ്റ്റ് ഇവിടെ
46 ഇവിടെ ഇത്തിരി മരം വെക്കാനുണ്ട് കേട്ടോ. എന്താണത്? ജൂമി നോക്കി ഗൈസ്, എൻ്റെ വായ എന്താ നോക്ക്. അവനതും കടിച്ചു പിടിച്ച് പോണേള്ള. What happened? നമ്മൾ ടൈലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോൺ ആട്ടോ. മൂന്നുണ്ട്. അങ്ങനെയൊക്കെ അത് കൊള്ളൂല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇത് ജസ്റ്റ് ഒരു പുല്ല് പോലെ മതി. ഇതാണ് ഗൈസ് നമ്മുടെ മിനി ഹൗസ്. ഇനി നമുക്ക് സ്റ്റോൺ. എടാ നിന്റെ സ്റ്റോൺ ഉണ്ടാ? ഹലോ, കട്ട് ചെയ്തു. കട്ട് ചെയ്തു. ഒരു 41 സ്റ്റോൺ ഉണ്ട്. അവനാവശ്യമുണ്ടെന്ന് അറിയില്ല, ചോദിച്ചാലൊന്നുമില്ല. വെച്ച് നമുക്ക് ഇവിടെ ചില്ല് വെക്കാനുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നടത്തിരാം. എൻ്റെ വിചാരം നമ്മുടെ വീട് പണിതതിനെന്നാണ്. ഇറങ്ങ് നോക്ക് ഗൈസ്, ഇവിടെ ഒന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മുടെ ഈ ഭാഗത്തായിട്ടായിരിക്കും വാതിൽ മൂലം, അല്ലെങ്കിൽ നടുക്കും അതില് നടുക്ക് വാതിൽ വന്നതല്ലേ വേണ്ടത് അല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ ഡോർ ഇതാണ് നമ്മുടെ വീടിൻ്റെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊന്നും വീട് പണിയാൻ അറിയില്ല. സത്യമായിട്ട് എനിക്ക് വീട് പണിയാൻ അറിയില്ല. നമുക്കൊരു ഫാം തുടങ്ങാൻ കഴിച്ചു. കോഴി ഇതുണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ടായി. കിളിച്ചിട്ട് ആരുടെയും വലിച്ചൊന്നും വരാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വാതിൽ എടുക്കണം. ഫുഡില്ല വയസ്സ്. നേരത്തെ അവനെത്തി ഫുഡിന് വേണ്ടി നമുക്കൊരു ഫാം തുടങ്ങാം. ഇവിടെ
ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊള്ളൂല്ലാത്ത വീട്. ഇവിടെ ചില്ലാക്കിയാലോ, വാതിലിൻ്റെ അവിടെ ചില്ലാക്കിയാൽ കൊള്ളൂലായിരിക്കും. അകംഭാഗത്തിൽ ഇനി ഒരു കാര്യം ചെയ്യാം. ഫ്രണ്ടിൽ അടി മതി. മരമല്ല, വീണ്ടും മരം തന്നെ വെച്ചേക്കണം. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ബെഡ്. ബെഡ് ഇത്തിരി ഹൈറ്റ് വെക്കാൻ എന്ത് ചെയ്യും ഗൈസ്? സ്ലാബിൻ്റെ ഒക്കെ അത് വെക്കാനും പറ്റൂല. ഇങ്ങോട്ട് കയറുമ്പോഴാണ് ഇതിലൊക്കെ ഡെക്കറേഷൻ വേണ്ട. ബെഡ് വെക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ബെഡ് വെച്ചില്ലേ. ഇപ്പൊ നമ്മുടെ ഈ ബെഡിരിക്കണത് ഒരു ബ്ലോക്കിന്, ഇപ്പൊ നമ്മുടെ ബെഡിരിക്കണത് ബ്ലോക്കില്ല. രണ്ടെണ്ണം കൂടി വെക്കണം. 1 2 3 4 5 6 7 8 9 9 എനിക്ക് പശുവിനെ മതി. ഞാൻ പശുവിനെ കൊണ്ടിരിക്കേണ്ടത് സ്റ്റോൺ ഉണ്ടോ? വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ ഈ അടിത്തറ നമുക്ക് ഇനി ഇതൊക്കെ പൊളിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ ടൈല് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ക്രീപ്പറൊന്ന് പൊട്ടിയായിരുന്നു, അതിൻ്റെ കുഴി നമുക്ക് കാണാം. ഇവിടെ വാ പട്ടി, ഇങ്ങോട്ട് വാ. വണ്ടർഫുൾ ടൈൽ അങ്ങനെ പടത് കഴിഞ്ഞു ഗൈസ്. നമുക്കൊരു വാതിൽ ആവശ്യമുണ്ട്. വാതിൽ ഇവിടെ വെക്കണോ അതുണ്ട്? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ എവിടെ നോക്കട്ടെ. വാതിൽ അകത്താണ് ഗൈസ്, അകത്ത്. ഇതാണ് നമ്മുടെ എനിക്കിഷ്ടപ്പെടാത്ത വീട്. ഇവിടെ ഇങ്ങനെ ഇരിക്കണം. കിടന്നോ? വേറെയോ കിടന്നിട്ടില്ല ഗൈസ്. നമുക്ക് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. മോർണിംഗ് ആയിട്ടുണ്ട് ഗൈസ്.
ഞാൻ പിന്നൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു ഗൈസ്, നമ്മുടെ ഈ വീടിന് ചുറ്റും ഒരു സംഭവം പണിയണം. അത് വേണ്ട, അത് വേണ്ട, പൊട്ടൈഡിയൻ ചത്തത്. ലീഷ് വേണം. എങ്ങനെയാണ് ഈ ലീഷ് ഉണ്ടാക്കണേ നോക്കട്ടെ. സാധനം വെച്ചാൽ പ്രഷർ പ്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി വേണ്ട ലീഷാണ്. ലീഷ് കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. നമുക്ക് ലീഷ് കിട്ടിയിട്ടുണ്ട്. അമ്മാവൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട് ഗൈസ് ലീസ്. ഇപ്പം നമുക്കിനി ആടിനെ പിറക്കാൻ പോകണം. അതിപ്പോൾ വേണ്ട, ഞാൻ ഇപ്പം എന്ത് ചെയ്യും? ഇനി വീടിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഇത് പറക്കണം. പൊളിച്ചോ, തുറക്കൂ. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട് നമ്മുടെ ലീഷ്. അല്ല ലീഷ് അല്ല സാധനം. ഫസ്റ്റ് ഈ സാധനം എന്ത് ഇവിടെ വെക്കും? ഇവിടെ ഇങ്ങനെ വെക്കും. പിന്നെ വേണ്ടത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഗൈസ്. എന്തായാലും നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ തപ്പി പോകാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ടായി. ഇത് ഇവിടെ ഉണ്ട്. ചെസ്റ്റിനകത്തുനിന്ന് ഈ സാധനം വേണം ഗൈസ്. ഈ സാധനം പിന്നെ ഇതിരിക്കട്ടെ, പിന്നെ ഇതിൽ വേണം. ഇനി ഇരിക്കട്ടെ, ഇതിരിക്കട്ടെ. നമുക്ക് പോവാം. നമുക്ക് മരം നടാനായിട്ട് 5 എണ്ണം ഉണ്ട്. നമുക്ക് മരം നടാം ഗൈസ്. ഓപ്പൺ സ്പേസിൽ നടാം. മഞ്ഞുമല ഞാൻ ഇവിടെ 3 എണ്ണം നട്ടിട്ടുണ്ടായില്ലേ? ഇതേ അതാണ് ഈ 3 എണ്ണം. ഇവിടെ 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 ഓക്കെ. നീ ഇവിടെ വളർന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിനകത്തോട്ട് കയറി നമുക്ക് വേണ്ടത് എന്താ? ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ വെച്ചു. പിന്നെ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണ്ടേ? വലിയൊരു 2 ചെസ്റ്റ് ഉണ്ടായി. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു സ്റ്റാക്ക് സാധനം എടുപ്പുണ്ടല്ലോ ഇവിടെ. അതിവിടെ ഒക്കെ പൊരിക്കാനിടണം. വേണ്ടാത്ത സാധനങ്ങൾ, വേണ്ടാത്ത മീൻസ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് വെക്കണ്ട. ആവശ്യം ഉണ്ടാവും. ആവശ്യമില്ലാത്തത് കളയാം, പുറത്ത് കളയാം. നേടി ബ്ലോക്കൊക്കെ വെക്കണം. 36, 5 പിന്നെ സ്റ്റെപ്പ്, ഇത് 3 ബോള്, ഇത് 2 ഇത് ലീഷ് ആവശ്യമില്ലാത്ത എന്താ ഫുഡൊന്ന് പൊരിക്കാനിടാലേ. ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ചിക്കൻ ആദ്യം തിന്നാം. പിന്നെ ഒരു ഓക്കെ. ഇനി 3 പശുവല്ലല്ലോ ഇതിനെ പറയാൻ എന്താണ്? ചിക്കനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. കുട്ടി പോയി, അത്രേ ഉള്ളൂ. തുറക്ക്.
ഇനി ഇവിടെ വളർന്നോട്ടാം. എനിക്കിവിടെ ഒരു ബ്ലൂബെറി നട്ടിട്ടുണ്ടായില്ല. ഇതൊക്കെ ബ്ലൂബെറി നട്ടിട്ടുണ്ടായി. അത് കാണില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം കളയാൻ പോണേ. അയൺ ജാക്സ് ഒഴിച്ച് ആരടിച്ചത് വെയിറ്റ്. അവൻ വീട് പണി കഴിഞ്ഞ് ബാക്കിയെല്ലാം തുടങ്ങി. നമ്മുടെ ഇവിടെ ഇപ്പോഴും വീട് പണി കഴിഞ്ഞു. നമുക്ക് വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. കൂള് വേണം, മരം ഇരിക്കട്ടെ. ഗൈസ് നമുക്കിപ്പോൾ ഇത്ര സാധനങ്ങളുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യം തൊട്ട് മീൻസ് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ആദ്യം മരമൊക്കെ നടട്ടെ ഗൈസ്. എൻ്റെ ഏരിയ ഒന്ന് വൃത്തിയാവട്ടെ. ബാക്ക് കാണാൻ ഒരു ലുക്കില്ല. ബാക്കിലേക്ക് നിറച്ച് മരം നട്ട് വെക്കാം. നീ ഇപ്പോൾ കണ്ടല്ലേ ഗൈസ്, അത് വളർന്ന് ചെറിയ മരം ഇവിടെ ഒരെണ്ണം, ബാക്കിൽ ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. ഇവിടെ ഓക്കെ ഗൈസ്. ഇനി നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാനായിട്ട് മൈനിങ് ഏരിയ പോവാം. നമ്മുടെ മറ്റേ മൈനിങ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായി. എവിടെ ഉണ്ട് ആ സംഭവം? അവൻ അയൺ ഫാം തുടങ്ങിയ. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് മൈനിങ് ഏരിയ. വേറെ അറിയോ മൈനിങ് ഏരിയ കാണുള്ള ഗൈസ്? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത്തിരി സ്റ്റോൺ ആണെങ്കിൽ കിട്ടി. ഗൈസ് നമുക്കിനി സ്റ്റോൺ വെട്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമുക്കത് 40 കിട്ടിയിട്ടുണ്ട്. അതേ വഴി രാത്രിയായി. സ്കെൽട്ടൻ ചാത്ത് അവനെ കുഞ്ഞി തോമ്പ് ഓടിക്കുന്നു. ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. രാവിലെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ 27ാം ഡേ ആണ്. ഗൈസ് നമ്മളായിട്ട് 2 വാരം വളർന്നിട്ടുണ്ട്. നമ്മുടെ ലീശ് നമ്മൾ ഓർക്കണ്ട ഇവിടെ വെച്ചിട്ടുണ്ടായി ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിപാടികളൊക്കെ. അത് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊക്കത്ത് അടുത്ത വീഡിയോ നമുക്ക് പൊക്കത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് ഇടുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഫൈനൽ ഔട്ട്. അപ്പോൾ ഗൈസ് എൻ്റെ വീട് മൊത്തത്തിൽ പണിതായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് കമൻ്റ് അടിക്കുക ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതും കമൻ്റ് അടിച്ചോട്ടെ. എനിക്ക് ഇത്രയൊക്കെ പണിയേ അറിയുള്ളൂ. ഞാൻ വിജയിച്ച് വെക്കുന്ന സെറ്റപ്പാണ്. ഇതിനേലും ബെറ്റർ ഇതാണ് ഗൈസ്. മരമൊക്കെ വളരട്ടെ. അത് വളർന്ന് ഓക്കെ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ചു അതിൻ്റെ പേന ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.